വോട്ട് വണ്ടി പേരാമ്പ്രയിലാണ്. ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയായ പേരാമ്പ്ര ടി.പി. രാമകൃഷ്ണൻ്റെ സ്വന്തം തട്ടകം. എന്നാൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത്തവണ ഇടതുപക്ഷത്തിനത് അത്ര എളുപ്പമുള്ള മണ്ഡലമല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് കാര്യമായ വോട്ട് ചോർച്ച ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം UDFിൻ്റെ സ്ഥാനാർത്ഥിയായി യുവമുഖമായ ഫാത്തിമ തെഹ്ലിയ കൂടിയെത്തിയതോടെ മത്സരം കടുക്കുമെന്ന് ഉറപ്പാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നിർണായക മത്സരം നടക്കുന്ന ഗ്ലാമർ മണ്ഡലങ്ങളുടെ പട്ടികയിൽ പേരാമ്പ്ര ഇടം നേടിക്കഴിഞ്ഞു. പേരാമ്പ്രയുടെ ജനമനസ്സ് ആർക്കൊപ്പമാണ് നോക്കാം. UDF ജയിക്കും. പേരാമ്പ്ര മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഫാത്തിമ ജയിക്കും. കോൺഫിഡൻസ് ആണ്. പേരാമ്പ്രയെ സംബന്ധിച്ചപ്പോഴും ഒരു മാറാൻ സാധ്യത കുറവാണ്. ഓക്കെ, താങ്ക് യു. ചിന്താശക്തിയുള്ള ജനങ്ങളും കൂടി വേണ്ടേ? ചിന്താശക്തിയുള്ള ജനങ്ങൾ കുറവാണ് കൂടി വേണ്ടേ? അതെ. ഒരു അതെന്താണെന്ന് വെച്ചാൽ ഒരേ വിശ്വാസത്തിൽ അങ്ങനെ തുറന്നു പോകുന്നു. അല്ല, ഒരു ചിന്താധാര മാറ്റാനുള്ള തയ്യാറല്ല. പേരാമ്പ്ര ആര് ജയിക്കുന്ന ഇപ്പോഴത്തെ കാലം പറഞ്ഞൂടാ. ഇവിടെ ആര് ജയിക്കുന്നത്? ഇവിടെ ടി.പി. രാമകൃഷ്ണൻ ജയിക്കും. ഉറപ്പാണ്. 100%. അതൊരു മാറ്റമല്ല. നല്ല ഭൂരിപക്ഷത്തന്നെ ജയിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇലക്ഷനൊക്കെ ആണല്ലോ. പേരാമ്പ്രയിൽ ആര് ജയിക്കും? ആര് ജയിച്ചാലും ഈ ആള് കയറണോ എന്നാലേ ആക്കുന്നില്ല. ഞങ്ങൾക്ക് ആര് ജയിച്ചാലും ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ പ്രശ്നം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ആര് ജയിച്ചാലും എന്താ, ഇവിടെ ബാത്റൂം വണ്ടിക്കോ? ബാത്റൂം പോലും ഇവിടെ ഇല്ല. ദിവസവും 5 റുപ്യൊക്കെ ദിവസം സ്റ്റാൻഡ് കൊടുക്കുന്നത്. ഇവിടെ ബാത്റൂം ഇവിടെ ഇല്ല. അതാണ് ഞങ്ങളെ പ്രശ്നം പരിഹരിക്കാൻ ആരും ഉണ്ടാകില്ല. ബസ്സുകാരെ ആര് ജയിക്കുന്നവർ തോന്നുന്നത്? ടി.പി. ജയിക്കും. ഒരു മാറ്റം വേണ്ടേ പേരാമ്പ്രക്ക്? പേരാമ്പ്രക്ക് മാറ്റം വേണമല്ലോ, അത്യാവശ്യമാണല്ലോ. അപ്പോൾ ടി.പിനെ കൊണ്ട് ആ മാറ്റം വരുന്നുണ്ടോ? ടി.പിനെ കൊണ്ട് മാറ്റം വരുന്നില്ല, ഒരു പ്രതീക്ഷയില്ലത്. പേരാമ്പ്ര ആർക്കൊപ്പം നിൽക്കും? അതിപ്പോ എങ്ങനെയാ പറയുന്നേ? അപ്പോൾ UDFിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല മത്സരമാണ് കാഴ്ചവെക്കുന്നത്. ഒറ്റ ചോദ്യം, എന്തുകൊണ്ട് ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്ന് മാത്രം ചോദിക്കാനുള്ളൂ. ആരായിരിക്കും പേരാമ്പ്ര ജയിക്കുക? ടി. രാമകൃഷ്ണൻ വരണ്ടാന്ന് പറയാൻ ഞാൻ എന്തെങ്കിലും ഒരു കാരണം പറയാറുണ്ടോ? വികസനം എന്താ അവിടെ നടത്താത്തത്?